ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അൽഹംദുലില്ലാ. അപ്പോൾ എനിക്ക് സുഖമാണ് കേട്ടോ. ഞാനിപ്പോൾ ബോർഡ് അടിച്ചുകൊണ്ടിരിക്കുന്നതേ സോഡാപ്പൊടിയാണ് കേട്ടോ. അത് നമ്മളെ കടയത്തേക്ക് വേണ്ടിയിട്ട് മേടിച്ച് പാക്ക് ചെയ്തതാണ്. സോഡാപ്പൊടിയും കുടംപുളിയാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഐറ്റംസൊക്കെ പലചരക്ക് കടയിലാണ് കേട്ടോ പോകുന്നത്. ഒരു ബോർഡിൽ നമ്മൾ 10 പാക്കറ്റാണ് കേട്ടോ ആക്കുന്നത്. ഇത് ബോർഡടിക്കുന്നത് നമ്മളെ കടയിലേക്കാണ്. അതുകൊണ്ട് ഞാൻ 10 ഒന്നല്ല കേട്ടോ, അതിൽ കൂടുതൽ പറ്റുന്ന മാക്സിമം കൊള്ളിച്ചാണ് അടിക്കുന്നത്. അപ്പോൾ രാവിലെ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കടയിലേക്ക് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് ഞാൻ വന്നതാണ്. ഇനിയിപ്പോൾ പാക്ക് ചെയ്യുന്നിടത്തോട്ട് പോകണം. അപ്പോൾ ഇതെല്ലാം ബോർഡ് പിൻ ചെയ്ത് വെച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മുടെ വീഡിയോൻ്റെ താഴെ കുറേ കമൻറ്റ് വരുന്നുണ്ട്, കുറേ സംശയങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ എവിടെ നിന്നാണ് എടുക്കുന്നത് എന്ന് ചോദിക്കണ്ടായിരുന്നു. നമുക്ക് മാർക്കറ്റിൽ ഹോൾസെയിൽ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ഇവിടെ കുറേ കമ്പനികളൊക്കെ ഉണ്ട്. ഞാൻ മാർക്കറ്റിൽ നിന്ന് ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ ഒന്നിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ചെറിയ 10 രൂപേൻ്റെ പാക്കറ്റാണ്. അങ്ങനെ നിറച്ച് ബോർഡുകളിലാക്കിയിട്ട് കടകളിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഐറ്റംസൊക്കെ എടുത്തിട്ട് അയച്ചു കൊടുക്കുമോ, ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സത്യം പറയാമല്ലോ, എനിക്ക് നിന്ന് ഇരിക്കാൻ സമയമില്ല. അപ്പം ഞാനിതൊക്കെ പോയി പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാനുള്ളൊരു സമയം എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കെടുത്ത് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഹെൽപ്പിനും എനിക്ക് ആരുമില്ല കേട്ടോ. സത്യം പറയാമല്ലോ, വീഡിയോ പോലും പിടിച്ചു തരാൻ എനിക്ക് ആരുമില്ല. ഞാൻ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടൊക്കെയാണ് വീഡിയോ പിടിക്കുന്നത്. അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ആരാണ് നിങ്ങൾക്ക് ഈ മാർക്കറ്റിലൊക്കെ പോകുമ്പം വീഡിയോ എടുത്തിരുന്നതെന്ന്. ആരുമില്ല മക്കളെ എടുത്തു തരാൻ. ഞാനത് എവിടെയെങ്കിലും കൊണ്ടുപോയി ചാരി വെച്ചിട്ട് ഓണാക്കി വെക്കും. നിങ്ങൾക്ക് ഞാൻ വളരെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരണ്ടേ. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയല്ലേ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. പിന്നെ പോകുന്ന കടകളിലൊക്കെ സ്റ്റാൻഡ് വെച്ച് വീഡിയോ പിടിക്കാനുള്ളൊരു ഫെസിലിറ്റി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നിറയെ സാധനങ്ങളൊക്കെ തിങ്ങി ഞെരുങ്ങി ഇരിക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് സ്റ്റാൻഡൊക്കെ എവിടെ കൊണ്ട് വയ്ക്കാനാണ്? അതുകൊണ്ട് സ്റ്റാൻഡൊന്നും വെക്കത്തില്ല, എവിടെയെങ്കിലും ഒന്ന് ചാരി വെക്കും. എന്നിട്ട് നിങ്ങൾക്ക് നമ്മൾ സാധനങ്ങൾ വെക്കുന്നതോ കടയിലെ സാധനങ്ങളോ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്ത് കാണിക്കുന്ന കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ, ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ എനിക്ക് കാണിച്ചു തരണമുള്ളതുകൊണ്ട് ഞാൻ മടിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ കറക്റ്റായിട്ട് വീഡിയോ പിടിക്കുന്നുണ്ട്. കളിയാക്കല്ലേ മുത്തുമണീസ്, എന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്നായിരിക്കും ഇനി അടുത്ത ചിന്ത. ഇടത്തെ കൈ കൊണ്ടല്ല കേട്ടോ കഴിക്കുന്നത്, വലത്ത് കൈ കൊണ്ടാണ് കഴിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നപ്പോൾ ഉമ്മ നമ്മുടെ തക്കുടുവിന് ആപ്പിൾ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഒരു പീസ് എനിക്കും കൂടെ തന്ന്. കുറേ പേര് നമ്പർ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്പർ കൊടുക്ക മാട്ടേനെ. സോറി കേട്ടാ. എന്താണെന്ന് വെച്ചാൽ മുന്നേ നമ്മൾ നമ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര കോള് വിളിയാണ്, ഇഷ്ടംപോലെ കോള് വരും. ഇപ്പോൾ ഇത്രയും തിരക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. വീട്ടിലത്തെ ഒരു ജോലികളുടെ മാത്രമേ ഞാൻ ഇതിൽ കാണിക്കാത്തുള്ളൂ. രാവിലെ എണീച്ചാൽ നമുക്ക് വീട്ടിലത്തെ ജോലികൾ കാണും. പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കണം, കടയിലേക്ക് സാധനങ്ങൾ എടുക്കണം, ക്ലാസ്സിന് പോകണം, പാക്ക് ചെയ്യുന്നിടത്ത് പോകണം, കടയിൽ ആ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെയാണ് കോള് വന്ന് എടുത്ത് സംസാരിക്കുക? അത്യാവശ്യം ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ ജസ്റ്റ് എടുക്കും, സംസാരിക്കുന്നതല്ലാതെ ഇത് നമ്പർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ കിടന്ന് അങ്ങ് വിളിക്കാൻ തുടങ്ങും. അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടാവും കേട്ടോ. പിന്നെ എനിക്ക് അസിസ്റ്റൻ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ നിന്നോളൂ. ആഹാ, ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ. വീഡിയോ എടുക്കണ്ടേ, എഡിറ്റ് ചെയ്യണ്ടേ, അതും എൻ്റെ ജോലിപ്പെട്ടാണ്. രാത്രി ഉറക്കമൊഴിഞ്ഞോ രാവിലെ വെളുപ്പാങ്കാലത്ത് ഇരുന്നൊക്കെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. പലരും എന്നെ കൊണ്ട് ചോദിക്കാറുണ്ട്, ഇതെല്ലാം കൂടെ നീ എങ്ങനെ സാധിക്കുന്നു, നിന്നെ കൊണ്ട് എങ്ങനെയാണ് പറ്റുന്നതെന്ന്. പറ്റാത്തത് എന്തും പറ്റിപ്പിക്കും. അതെന്തോന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ. അപ്പോൾ പറഞ്ഞു വന്നത് രമണ, സാഹചര്യങ്ങളാണ് നമ്മളെ പലതും ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഒരു ഡൗട്ട് കേട്ടോ. കളർ സ്റ്റിക്കർ എത്ര രൂപയാണെന്നാണ് ചോദിച്ചത്. കളർ സ്റ്റിക്കർ ഞാൻ 24 പീസാണ് എനിക്ക് 30 രൂപയ്ക്ക് ചെയ്ത് കിട്ടുന്നത്. ഇത് സ്റ്റിക്കറിൻ്റെ സൈസ് അനുസരിച്ച് എണ്ണത്തിൽ മാറ്റം വരും. ഞാൻ എൻ്റെ ഒരു ബോർഡിൻ്റെ ആ ഫ്രണ്ട് മുകളിൽ കവറായി നിൽക്കുന്ന പരുവത്തിനുള്ള സ്റ്റിക്കറാണ് ചെയ്യിപ്പിക്കുന്നത്. അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാം. പിന്നെ നമ്പർ തന്നില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കണ്ട. വീഡിയോൻ്റെ അടിയിൽ എന്ത് കമൻറ്റ് വന്നാലും ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ രാത്രി ലൈവ് ഉണ്ട്.
8 മണി 9 മണിക്കൊക്കെ ശേഷം എന്നെക്കൊണ്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ മാക്സിമം ഞാൻ ഇടാറുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ ചിലപ്പോൾ ടയേർഡായിരിക്കും, അപ്പോൾ ഞാൻ ഇടത്തില്ല. ഇടുന്ന സമയങ്ങളൊക്കെ നിങ്ങൾ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവിൽ കൂടെ ചോദിച്ചാൽ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ലേബൽ ചെയ്യിപ്പിക്കുന്ന എവിടെ നിന്നാണ്, കവർ എവിടെ നിന്നാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കവർ നമ്മളിവിടെ ബാലാജി ഷോപ്പിൽ നിന്നാണ് മേടിക്കുന്നത്. കവറൊക്കെ മേടിക്കുന്ന കടകൾ നിങ്ങളുടെ നാട്ടിലൊക്കെ കാണും, അവിടെ തിരക്കിയാൽ കിട്ടും കേട്ടോ. പിന്നെ ലേബൽ നമ്മൾ പ്രസ്സിലാണ് ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ കല്യാണ പത്രികയൊക്കെ അടിക്കുന്ന അവിടെയൊക്കെ ഉണ്ടല്ലേ, അവിടെ ചെയ്ത് തരും. നമ്മൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഡിസൈൻ ചെയ്യിപ്പിക്കുന്നതിന് പൈസ ആവില്ല, പ്രിൻ്റ് ചെയ്യുന്നതിന് മാത്രമേ പൈസ ആവുള്ളൂ. നമ്മളിപ്പോൾ ഇത് ഡിസൈൻ ചെയ്യിപ്പിക്കാൻ മാത്രം 300 രൂപ ആയിട്ടുണ്ട്. അങ്ങനെ സാധനങ്ങൾ പാക്ക് ചെയ്യാനുള്ള ഐറ്റംസുമായിട്ട് അസ്നാൻ്റെ വീട്ടിലോട്ട് വന്ന്, പിന്നെ ഇവിടെ അസ്നയില്ലാട്ടോ, വാതിൽ പൂട്ടിക്കിടക്കുന്നു. അനിയിപ്പം പുറത്തിരുന്ന് ഈ ബോർഡുകളൊക്കെ ഹോളിടുകയും നൂല് കെട്ടുകയും അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ കുത്തിയിരുന്ന് ചെയ്യട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റീൽസും വീഡിയോസൊക്കെ ഇടയ്ക്കൂടെ വരുന്നതായിരിക്കും, അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. റീൽസും റിയലും കണ്ട് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, ഇതാണ് റിയൽ. റീൽസിൽ വന്നിട്ട് നമ്മൾ ഫിൽറ്റർ ഇടുന്നതാണ് കേട്ടോ. അതിൽ വരുന്ന ഓപ്ഷനാണ്, കാണുമ്പോൾ ഒരു മനസ്സുഖം, അത്രയേ ഉള്ളൂ. വെളുപ്പിനെ എണീറ്റിരുന്ന് വോയിസ് കൊടുക്കുന്നതുകൊണ്ടേ നമ്മുടെ കോഴിക്കുട്ടന്മാരൊക്കെ കൂവി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. നിർത്തിയിട്ട് വോയിസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല, അപ്പോൾ അവരവിടെ കിടന്ന് കൂവട്ടെ. രാത്രി ഉറക്കമൊഴിഞ്ഞിരുന്ന് ചെയ്യാനൊന്നും പറ്റത്തില്ല, എന്താ വെച്ചാൽ പകൽ മൊത്തം ഓരോ ജോലി തിരക്കിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ഷീണം കൊണ്ട് ഉറക്കം വരും കേട്ടോ. ഇനി ഒരു കമൻറ്റ് വന്നത്, ബോർഡൊക്കെ പ്രസ്സിൽ കൊടുത്ത് കട്ട് ചെയ്യിപ്പിച്ചൂടെ എന്നാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ബോർഡ് കട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചായിരുന്നല്ലോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ചെറിയൊരു ബിസിനസ്സാണ്, മാക്സിമം നമുക്ക് എങ്ങനെയെങ്കിലും ലാഭം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യട്ടോ. എന്ന് വെച്ചാൽ സ്റ്റിക്കർ കട്ട് ചെയ്യൽ, ബോർഡ് കട്ട് ചെയ്യൽ, ഇതൊക്കെ പ്രത്യേകം അവിടെ പൈസ കൊടുത്താലേ ചെയ്തു തരുള്ളൂ. ചെറിയ ബിസിനസ് ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ലാഭവും മുതലും എല്ലാം കൂടെ ചേർത്ത് അവിടെ ഇവിടെയും കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ പാക്ക് ചെയ്യാൻ നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്താണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു, അപ്പോൾ അതിനുള്ള കൂലിയും കൂടെ കാണണം. അപ്പോൾ എല്ലാം കൂടെ നമ്മളുടെ വരുമാനം എല്ലാം അങ്ങനെ ഇങ്ങനെയും ചിന്നിച്ചെതറി പോകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശം കൊണ്ട് ബോർഡ് ഞാൻ സ്വന്തമായിട്ട് അങ്ങ് കട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങളോ അഭിപ്രായങ്ങളോ എല്ലാം കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റിനുള്ള റിപ്ലൈ ഒക്കെ ഞാൻ തരുന്നതായിരിക്കും, അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ ഏതെങ്കിലും കമൻറ്റിന് ലൈക്ക് ഇടാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. കൂടുതൽ പറഞ്ഞ് ഞാൻ ചളമാക്കണില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.